പ്രിയപ്പെട്ടവരെ, ജാബീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഫുട്ബോൾ മത്സരം കാണാം കേട്ടോ. താന്നാളൂരിൽ നടന്ന മിറാനിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മീനെടുത്തൂരിൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന ഫുട്ബോൾ മത്സരം താന്നാളൂർ EMS സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിലെ കാഴ്ചകളാണ് നമുക്കിന്ന് കാണാൻ പോകുന്നത്. ദേവദാർ ബോയ്സും HMSC കോഴിച്ചനയും തമ്മിലാണ് ഇന്ന് മത്സരം. ദേവദാർ ബോയ്സ് നീല ജേഴ്സി, അവർ പ്രാക്ടീസിങ്ങിലാണ്, സ്റ്റാർട്ടിങ് ടൈമിൽ പ്രാക്ടീസിങ്ങിലാണ്. പിന്നെ മഞ്ഞ ജേഴ്സി HMSC കോഴിച്ചന. രണ്ട് ടീമും തമ്മിലുള്ള ആവേശോജ്വലമായ മത്സരമാണിന്ന് നടക്കുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ദേവദാർ ബോയ്സും വിന്നേഴ്സ് കാട്ടിലങ്ങാടിയും തമ്മിൽ നടന്ന മത്സരം സമനിലയിലായിരുന്നു. പിന്നീട് ടോസിൽ വിജയിച്ചു. അങ്ങനെ ദേവദാർ ബോയ്സ് സെമി ഫൈനലിലെത്തി. അങ്ങനെ ഇന്നത്തെ മത്സരം 6/10/2025 തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് താന്നാളൂർ EMS സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആരാണ് വിജയിക്കുക എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം. എന്തായാലും ഫുട്ബോൾ മത്സരങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ പഴയ കാലങ്ങൾ ഓർമ്മ വരും. കാരണം ഒരു കാലത്ത് ഫുട്ബോൾ മത്സരങ്ങൾ തന്നെ ആയിരുന്നു, ഇപ്പോഴും ഉണ്ട്. കുറച്ച് മുന്നൊക്കെ, ഒരു 10 വർഷം മുന്നൊക്കെ ഫുട്ബോൾ മത്സരം എന്ന് പറയുമ്പോൾ അന്ന് ഇത്രത്തോളം മൊബൈലും വീഡിയോഗ്രാഫിയൊന്നും ഇത്ര സജീവമല്ലാത്തതുകൊണ്ട് അന്നത്തെ വീഡിയോസൊന്നും നമുക്ക് കാണാനില്ല. ഷാഫി, ജംഷി ടീമൊക്കെ ഉണ്ട്. എന്തായാലും അവർ ഹാഫ് ടൈമിന് ശേഷം എല്ലാവരും ഒന്ന് കൈ കൊടുക്കുകയാണ്. താന്നാളൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റ് മല്ലിക ടീച്ചർ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഫുട്ബോളിൻ്റെ കളിത്താരങ്ങൾക്ക് കൈ കൊടുക്കുകയാണ്. ഇതൊരു പ്രത്യേക അവസരമായിട്ടാണ്. ഞാൻ കളിക്കാരനായിട്ട് കൈ കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്പനീൻ്റെ സ്റ്റാഫായിട്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കൈ കൊടുക്കാൻ പോയിരുന്നു. അത് രസമാണ്. നമുക്ക് ഭയങ്കര ഒരു വാല്യം, എല്ലാവരും കൂടി കൈ അടിച്ച് ഭയങ്കര രസമല്ലേ. കളി തുടങ്ങിയിട്ടാണ്. ഹാഫ് ടൈം വരെ 0-0 ആണ്. ഹാഫ് ടൈമിൻ്റെ ശേഷം കളി തുടങ്ങി. കളി സമനിലയിൽ തന്നെ പോവാണ്. ശരിക്കും ആരെങ്കിലും ഒരു ടീം ഗോൾ അടിച്ചാൽ രസമാണ്. പക്ഷേ ഗോൾ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും ടോപ്പ് ടീമായിട്ടാണ്. രണ്ട് ടീമും കട്ടക്ക് കളിക്കുന്നതുകൊണ്ടാണ് ഗോൾ വരാത്തത്. ഓരോ ഗോളും കട്ട് ചെയ്ത് ഗോൾ പോസ്റ്റിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഗോളാവുന്നു. പക്ഷേ ഗോളിയും ബാക്കും എല്ലാവരും സ്ട്രോങ് ആയതുകൊണ്ട് ഗോളാവാനുള്ള സാധ്യത വളരെ റയറാണ്. അതെങ്ങോട്ടോ പോയി. ഈ നാടൻ ഫുട്ബോൾ ടൂർണമെൻറ്റുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് ക്രൗഡ് ഉണ്ടാവും. ആളില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മത്സരങ്ങളിൽ, ക്ലബ്ബ് മത്സരങ്ങളിലൊക്കെ കളിക്കാർ ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കും, പക്ഷേ കളി കാണാൻ ആളുണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളെ ഗ്രാമത്തിൽ ഇങ്ങനത്തെ ചെറിയ മത്സരങ്ങൾ ഉണ്ടാവില്ല. അതിന് ഫുൾ ആളായിരിക്കും. എത്രമാതിരം ആൾക്കാരാണ്, 4 ഭാഗത്തും ആളുണ്ട്. പിന്നെ താന്നാളൂർ സ്റ്റേഡിയത്തിൽ ഗ്യാലറി ഉണ്ട് ഒരു സൈഡിൽ. നമ്മൾ കയറുന്നിടത്ത് ഇടത് വശത്ത് ഗ്യാലറി ഉണ്ട്. ഗ്യാലറി ഫുൾ ആളാണ്. ഗോളി വിചാരിച്ച മാതിരില്ല. ഗോളി ആൾ സൂപ്പറാണ്. അടിച്ചെന്ന് വിചാരിച്ചു, പക്ഷേ ഗോളി പിടിച്ച്. എന്തായാലും കളി കാണുന്ന സമയത്തുള്ള ഒച്ചപ്പാടാണ് രസം. നമ്മൾ വിചാരിക്കും സൈലൻ്റായിട്ട് കളി കാണുന്ന രസം. ഇല്ലല്ല, കുറച്ച് ഗ്യാലറിയിൽ നിന്നുള്ള സൗണ്ടും കാര്യങ്ങളും, നമ്മളെ ഒരു നാടൻ ഫീലിംഗ് ഉണ്ടല്ലോ, നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്നൊക്കെ പറയും, അതൊരു സംഭവം തന്നെ. ഏതായാലും നമ്മളൊക്കെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും. ഇതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ പോയി വീഡിയോ എടുത്താലും ഏകദേശം ഒരേപോലെ ഉണ്ടാവുക. സമയം രാത്രി 6:40 ആയപ്പോഴത്തേന് ഹെഡ്ലൈറ്റ് കത്തുന്നു, കെടുന്നു. നമ്മളെ ഗ്രാമീണ സ്റ്റേഡിയങ്ങളല്ലേ, അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും മൊബൈലിൽ കാണുന്നതാണ് ഒന്നും കൂടി രസം തോന്നുന്നത്. കാരണം ലൈറ്റിങ് കറക്റ്റ് കിട്ടുന്നുണ്ട്.
ആ ഗോൾ എങ്ങോട്ടോ പോയി. എന്തായാലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ കളി കാണുമ്പോഴേ ഗാലറിയിൽ നിന്ന് ഡയലോഗ് അടിക്കാൻ പറഞ്ഞൊരു പരിപാടിയില്ല. അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ, ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ പിരിവ് വരുന്നുണ്ട്. പക്ഷേ 10 റുപ്യ ഉള്ളൂ കേട്ടോ. 10 റുപ്യൻ്റെ കൂപ്പണുള്ളൂ, കുഴപ്പമില്ല, വലിയ എമൗണ്ട് ഒന്നല്ല. പിന്നെ തരികട ടീംസിന് സ്കാനർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതാരോ ഫൗൾ ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗ്രൗണ്ടിൽ നിന്നിട്ടുള്ള വീമ്പിളക്കൽ കളിക്കണ സമയത്ത് കറക്റ്റ് നമുക്ക് ഐഡിയ ഉണ്ടാവില്ല എങ്ങനെ കളിക്കണം. നേരെ മറിച്ച് ഗ്രൗണ്ടിൽ നിന്ന് അടിക്കിട്ടാതെ അങ്ങനെയുള്ളടാന്നൊക്കെ പറഞ്ഞിട്ട് രസം. എന്തേലൊക്കെ വീണ്ടും പറഞ്ഞിരിക്കണ്ടേ, എപ്പോഴല്ലേ രസമുള്ളൂ. ഗ്രൗണ്ടിൻ്റെ സ്ഥലത്തു നിന്ന് ഉള്ള ഡയലോഗുകൾ കേട്ടാൽ ശരിക്കും അവരാണ് കളിക്കുന്നതെന്നല്ലേ. എന്തായാലും നടക്കട്ടെ, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പറയാൻ. ഓരോ ഗോൾ പോസ്റ്റിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ ഗോളാവും എന്നുള്ളത്. ശരിക്കും സമനില ആയാലും അത്ര രസമില്ല. സമനില ആവാതെ ഒരു ടീമെങ്കിലും ഗോൾ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് ഇതൊന്നും ആയിരിക്കില്ല. അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, ഒരു ഗോളെങ്കിലും ലാസ്റ്റ് ഹാഫ് ടൈമിന് ശേഷം ലാസ്റ്റ് സമയത്ത് ഒരു ടീം ഗോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പണി. 444 നറുക്കിന് സമ്മാനം അടിച്ചിട്ട് എന്തായാലും സമ്മാനം എന്നറിയോ, നല്ല അൽഫാം. ഇനി അവിടെ പോയിട്ട് കടയിൽ പോയിട്ട് കഴിക്കലാണോ എന്താണെന്നറിയില്ല. എന്തായാലും 444 നറുക്കിന് നറുക്കടിച്ചു. അപ്പോൾ കിട്ടാത്തവർക്കൊക്കെ സങ്കടം ഉണ്ടാവും. വീൽ ചെയറിൽ ഇരുന്നിട്ട് ഫുട്ബോൾ കാണാൻ നോക്കാം. ഇതാണ് മലപ്പുറം ജില്ലയുടെ ഫുട്ബോൾ ആവേശം. എന്തായാലും കളി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സമനിലയിലേക്കാണ് പോകുന്ന കാര്യങ്ങൾ. സമയം കഴിഞ്ഞു. എന്തായാലും ഷൂട്ടൗട്ടിലേക്കുള്ള പോക്കാണ് പോണത്. ഷൂട്ടൗട്ടിലേക്ക് പോയാലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ വലിയ ഗോൾ വലയല്ലേ, ഇൻ്റർനാഷണൽ ഗോളികളൊന്നുമല്ലല്ലോ. മിക്കവാറും അതും സമനിലാവും. ദേവദാർ ബോയ്സിൻ്റെ ഈ കളിക്കാരെ കുറച്ച് നല്ല കളിക്കാരനായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ ഷൂട്ടൗട്ടും സമനിലായി, എല്ലാവരും ഗോളടിച്ച്. ഇനി നമുക്ക് ടോസിൽ നോക്കട്ടാ. മിറാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഫുട്ബോൾ മത്സരം മൺസൂൺ ഈവനിങ്. അങ്ങനെ ആവേശകരമായ ഒന്നാമത് ഈവനിങ് മൺസൂൺ മിറാനിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആവേശകരമായ ഒന്നാമത് ഈവനിങ് മൺസൂൺ മത്സരത്തിൽ, ഫൈനൽ മത്സരത്തിൽ HMSC കോയിച്ചന ഒന്നാം സ്ഥാനം നേടിയെടുത്തു. ഒന്നാം സ്ഥാനം നേടിയെടുത്തു. ദേവദാർ 2ാം സ്ഥാനം കേട്ടോ. കുഴപ്പമില്ല, ഇന്നലെ നമ്മൾ ടോസിലൂടെ ഫസ്റ്റ് നേടിയില്ല, ഇന്ന് സെക്കൻഡ് ആയിക്കൂടെ കുഴപ്പമില്ല. അങ്ങനെ എന്തായാലും ആവേശകരമായി കളി കഴിഞ്ഞ് ഞാനും ഷാഫിയും ജംഷിയും ഞങ്ങളൊക്കെ പോകണ്ട, ഇനി പോയിട്ടൊരു ചാടിയിട്ട്. അപ്പോൾ മത്സരം കഴിഞ്ഞ് ആ ഒരു ആരവങ്ങൾ കഴിഞ്ഞു. എന്തായാലും രസം. ദേവദാർ ഗ്രൗണ്ടിൽ ഒരുപാട് സെവൻസ് മത്സരങ്ങൾ നടത്തി പരിചയമുള്ള ആൾക്കാരല്ല നമ്മൾ. എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും പ്രവാസ ലോകത്തൊക്കെ ഉള്ള നമ്മളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തെടുത്തോട്ടോ. അവർക്ക് ഇതൊരു കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാവും. ഒന്ന് കമൻ്റ് അടിക്കുക, ഷെയർ ചെയ്തോ.